1992 ഇറങ്ങിയ റോജ എന്ന സിനിമയിലെ ചിന്ന ചിന്ന ആസൈ എന്ന പാട്ടിൻ്റെ പിന്നിലെ കഥ നിങ്ങൾക്കറിയാമോ? ദളപതി എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം തൻ്റെ പുതിയ സിനിമയ്ക്കായി പുതിയൊരു സംഗീത സംവിധായകനെ പരീക്ഷിക്കാമെന്ന തീരുമാനത്തിൽ ഡയറക്ടർ മണിരത്നം എത്തുന്നു. അങ്ങനെ 1991 ഒരു ദിവസം കവിഞ്ചർ വൈരമുത്തുവിന് ഒരു ഫോൺ കോൾ വരികയാണ്. കവിതാലയുടെ പുതിയ സിനിമ ആരംഭിക്കുകയാണെന്നും ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഗാനങ്ങൾ എഴുതണമെന്നും ആവശ്യപ്പെട്ട് കെ ബാലചന്ദ്രനാണ് വൈരമുത്തുവിനെ ഫോൺ ചെയ്തത്. ആരാണ് പുതിയ സംഗീത സംവിധായകൻ എന്ന് വൈരമുത്തു കെ ബാലചന്ദ്രനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സ്റ്റുഡിയോയിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് പരിചയപ്പെടാം എന്ന് പറഞ്ഞു. അങ്ങനെ വൈരമുത്തു നേരെ സ്റ്റുഡിയോയിലേക്ക് ചെല്ലുന്നു. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, വൈരമുത്തുവിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ മീശ മുളയ്ക്കാത്തതോ മീശ മുളച്ചു വരുന്നതോ ആയ ഒരു പയ്യൻ കീബോർഡിന് മുന്നിലിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുഖം കണ്ട ഉടനെ തന്നെ വൈരമുത്തു ചോദിച്ചു, ഹേ ദിലീപ്, നീയാണോ ഈ സിനിമയ്ക്ക് സംഗീതം നൽകുന്നത്? വൈരമുത്തുവിന് ഈ ദിലീപിനെ നേരത്തെ അറിയാം. കാരണം വൈരമുത്തു കഥയും തിരക്കഥയും സംഭാഷണവും ഗാനങ്ങളും എഴുതിയ വണക്കം വാദ്യാരെ എന്ന സിനിമയ്ക്ക് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആ സിനിമയുടെ റീ റെക്കോർഡിംഗ് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. ആ സമയത്ത് ഒരൊറ്റ കീബോർഡ് കൊണ്ട് ആ സിനിമയുടെ റീ റെക്കോർഡിംഗ് മുഴുവനും വെറും 7 മണിക്കൂർ കൊണ്ട് ചെയ്തിട്ട് പോയ ആ ചെറുപ്പക്കാരനായിരുന്നു ദിലീപ്. ആ ദിലീപാണ് ഈ സിനിമയുടെ സംഗീത സംവിധായകൻ. ആ ദിലീപ് മറ്റാരുമായിരുന്നില്ല, സാക്ഷാൽ AR റഹ്മാൻ. ഒരു ഗ്രാമത്തിലെ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയുടെ കുറേ മോഹങ്ങളെക്കുറിച്ചുള്ള ഒരു ഗാനമാണ് വൈരമുത്തു എഴുതിയത്. അതാണ് ചിന്ന ചിന്ന ആസൈ. ഈ ഒരു ഗാനം മുമ്പ് കവിതയായി വൈരമുത്തു നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 64 മോഹങ്ങളെക്കുറിച്ചാണ് വൈരമുത്തു എഴുതിയിരുന്നത്. അതിൽ നിന്ന് 12 മോഹങ്ങൾ മാത്രം എടുത്തിട്ടാണ് വൈരമുത്തു ചിന്ന ചിന്ന ആസൈ എന്ന ഗാനം എഴുതിയത്. ജമൈക്കൻ സംഗീത രൂപമായ റെഗ്ഗയുടെ ജോണറിലാണ് AR റഹ്മാൻ ഈ പാട്ടിന് സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. അതായത് റെഗ്ഗയുടെ രീതികളും നമ്മുടെ ട്രഡീഷണൽ സംഗീതവും കൂടെ സംയോജിപ്പിച്ചിട്ടാണ് റഹ്മാൻ ഈ പാട്ടിന് സംഗീതം നൽകിയിരിക്കുന്നത്. ഈ ഗാനം ആലപിക്കാനായി AR റഹ്മാൻ തിരഞ്ഞെടുത്തത് മിൻമിനി എന്ന പുതിയ ഗായികയായിരുന്നു. മിൻമിനി ഇതിനു മുമ്പ് ഇളയരാജയ്ക്ക് വേണ്ടി മീര എന്ന സിനിമയിൽ ഒരു ഗാനം പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പാട്ട് പുറത്തിറങ്ങിയതോടെ AR റഹ്മാനും മിൻമിനിയും വൈരമുത്തുവും ലോകം മുഴുവനും പ്രശസ്തരാവുകയുണ്ടായി. പിന്നീട് ഈ ഗാനം തന്നെ തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്തപ്പോഴും ഈ ഗാനം പാടിയത് മിൻമിനി തന്നെയായിരുന്നു. അതിനുശേഷം ഈ ഗാനം ഹിന്ദിയിലേക്ക് പാടിയതും മിൻമിനി തന്നെയായിരുന്നു. പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, ഈ പാട്ടിൻ്റെ ഒരു മലയാളം വെർഷൻ കൂടെ ഉണ്ടായിട്ടുണ്ട്. അത് പാടിയത് മിൻമിനിയല്ല, KS ചിത്രയായിരുന്നു. ഈ ഗാനം വേദികളിൽ ഏറ്റവും കൂടുതൽ പാടിയത് മിൻമിനിയേക്കാൾ മറ്റൊരു ഗായികയായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ശ്രീ ഉഷ ഉതുപ്പ്. ഈ പാട്ട് പുറത്തിറങ്ങിയതോടെ ചെറിയ വിവാദങ്ങളും ഉണ്ടായി. അതായത് ഈ പാട്ടിൻ്റെ ട്യൂണ് MS വിശ്വനാഥൻ പണ്ട് സംഗീതം നൽകിയ വീട് വരെ ഉറവ് എന്ന പാട്ടിൻ്റെ അതേ ട്യൂണാണെന്ന് ചിലർ വാദിക്കുകയുണ്ടായി. ശരിക്കും ആ പാട്ടിൻ്റെ അതേ ട്യൂണിലല്ലെങ്കിലും ആ പാട്ടിൻ്റെ അതേ ഒരു ഘടനയിൽ തന്നെയാണ് AR റഹ്മാൻ ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരുന്നത്. വിമർശകരുടെ എല്ലാം വായടപ്പിച്ചുകൊണ്ട് ആ വർഷം ദേശീയ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ മികച്ച ഗാനരചയിതാവായി വൈരമുത്തുവും മികച്ച സംഗീത സംവിധായകനായി AR റഹ്മാനും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനിയും കൂടുതൽ സിനിമ പാട്ട് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.